നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു. കാട്ടുപുളിയല്ല, കാട്ടാപ്പിള്ളി. എന്ത് പുളിയാണെങ്കിലും ആ കളി ഇവിടെ നടക്കില്ല. ഞങ്ങള് മുരുകനെ പോയി കണ്ടിരുന്നു. മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കുന്നു. സങ്കടം കേൾക്കാൻ ആനന്ദ രാജാവാ. ആ കാട്ടാപ്പിള്ളി വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ. പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യില്ല. എന്തായാലും മല്ലയ്യ അത് വാങ്ങണം. വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു 5 ലക്ഷം കുറച്ചോ. നനക്ക് വേണം. ഇവിടെ അടി കുത്ത് വെട്ട് ഒളിഞ്ഞ് നേരമില്ല. വെടിമാരായ അതെല്ലാം തലനോവ്. ഉപേക്ഷ പറയരുത് സാർ. മല്ലയ്യ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നിങ്ങൾ പോണം. തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ആദ്യത്തെ നമ്പർ എന്റെ അല്ല, രണ്ടാമത്തെ നമ്പർ ഇവന്റെ അല്ല. എന്നാലും വിളിച്ചാൽ കിട്ടും അല്ലേ? ഹലോ, ഏത് ഹോസ്പിറ്റല്? മുരുകൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാ. എന്താടാ ഇത്? നാട്ടുകാർ തല്ല് കളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലോട്ട് നോക്കി വണ്ടി ഓടിച്ചാണ്. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതെ കയറ്റിയതാ. എന്നിട്ട് അമ്മ നിർത്താതെ പോവുകയും ചെയ്തു. ബോധമില്ലാതെ വഴി കിടക്കായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടറാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കുഴപ്പ വല്ലതും ഉണ്ടോടാ? ഹേയ്, ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏപാടാ നീ കള്ള പറയുന്നെങ്കിലോ? നാ ഡോക്ടറെ ചോദിക്കട്ടെ. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. ആളിനിയും എത്തിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ചായ വരണം എടുക്കട്ടെ? വേട മുരുകന് എങ്ങനെ ഉണ്ട്? പേടിക്കാൻ ഒന്നുമില്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഏതായാലും മല്ലയ്യ ഉള്ളതുകൊണ്ട് കാഷ്വാലിറ്റി സജീവമാണ്. ഒന്നുകിൽ അടിപിടി കേസുകൾ, അല്ലെങ്കിൽ ആക്സിഡന്റ്. ഐ എം വെരി ബിസി. എന്നിട്ടാണോ ഡ്യൂട്ടി ടൈമിൽ TV കാണുന്നത്? ഇപ്പൊ ബ്രേക്ക് ടൈമാ. മാത്രമല്ല ഞങ്ങളുടെ നാടാ TVയിൽ കാണിക്കുന്നത്. ഞാൻ പറയില്ല. അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തത്. നേരത്തെ എന്റെ അടുത്ത് വന്ന ആള് ബ്രോക്കർ, ഇവര് പോലീസാ? ഇതാണ് ചെമ്പട്ട് നാട്ടിലെ മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ വീട്. ഞാനിപ്പോ തകർന്നവനാ. എനിക്ക് വീടും തോട്ടം വിൽക്കാതെ കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് കാട്ടറപ്പള്ളി സമ്മതിക്കുന്നില്ല. എല്ലാം തകർന്ന് കിഴപ്പാടം പോലും. മല്ലയ്യയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ. ആ തോട്ടവും ബംഗ്ലാവ് നോക്കുന്നോ? ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു. അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു. പക്ഷെ നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഒരുത്തൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ? ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ. ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പി നാട്. സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്. എന്നിട്ട് അവര് പറഞ്ഞ വില കുറപ്പിക്കും. ശരി. അയ്യോ, എന്റെ അമ്മച്ചിയെ, എന്റെ അമ്മേ, അയ്യോ. കുടിക്കുന്നവർക്ക് എല്ലാം കൊടുക്കണം. ആഘോഷിക്കട്ടെ. ചെയ്യല്ലേ, എന്റെ അമ്മേനെ പട്ടി വരെ, എന്റെ അമ്മേ. കുടിക്കാശാനെ. എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാന്ന് വീമ്പ് വന്നിട്ട് എന്തായി? വിറ്റടാ, നല്ല വിലക്ക് തന്നെ വിറ്റു. നടക്കടാ. എന്താടാ, നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചതച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല. നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ? ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായിന്റെ മക്കളും കേൾക്കാനാ ഞാൻ പറയുന്നത്. ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല. ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല. ആർത്തും മാറ്റും ഈ നാഗേന്ദ്രൻ. ഇവനിനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്തോ. വാ തുറന്ന അച്ഛന് നല്ല ഒന്നും പറയാനില്ലേ? നല്ലത് എന്തെങ്കിലും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. അവൻ നല്ലാകും. ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും. പിന്നെ കൂടെ ഞാനിൽവാ. അതാ എനിക്ക് പേടി. ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും, മല്ലേ അത് ചോദിക്കാൻ ചെല്ലും. അതാണല്ലോ പതിവ്.
അതേറല്ലേ നാട്ടുകാർ നിന്നെ തല്ലിയ കാരണ അതൊരു നിസ്സാര കാര്യ, ഒരു ലവ് ലെറ്റർ കൊടുത്തനാ. ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ? ഇമെയിൽ അയക്കണ്ടേ മൂർക്ക. കൊള്ളാം, നല്ല ഉപദേശം. അവനൊരു പെണ്ണ് ഇഷ്ടാക്കിതരേ അതിന് തള്ളേണ്ട കാര്യമുണ്ടോ? നിന്നെ തള്ളിയത് ആര്? കുടുങ്ങി അപ്പനാ അണ്ണനാ? അപ്പനും അല്ല അണ്ണനും അല്ല, പെണ്ണിന്റെ കെട്ടിയോനാ. കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം. ഏയ് അതൊന്നും നടക്കില്ല. മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി. നിൻಗೆ സത്യം ചെയ്യ അവർ പറഞ്ഞു. നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം, ഞാൻ കല്യാണം കെട്ടില്ല. നന്ന കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് 2 പ്രസംഗിച്ചു. പ്രസംഗിച്ചല്ല, പ്രസംഗിച്ചു. വീണ്ടും എല്ലാം ശരിയാക്കി വന്നപ്പോ വീണ്ടും ജയിലിൽ പോയി. രണ്ടാമത് ജയിലിൽ പോയത് അതേത് കേസ്? അത് കെട്ടാ പോണ പെണ്ണ് അവള് നക്സലേറ്റു, രോഹിണി നച്ചപ്പ. അന്ന് ഞാൻ ശപഥം ചെയ്തു, ഞാൻ ഇനി കല്യാണം കട്ടില്ല. ഉപദേശിക്കാണെന്ന് തോന്നരുത്. കാര്യസ്ഥന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ, ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്ക്കും വേണ്ടേ? ഈ അനാഥം മല്ലയ്യെങ്കെ നീവേ അപ്പ തമ്മ അമ്മ കേൾസ്തവനും. അങ്ങനെ ഒന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ട നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും. ഗോപാൽ കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പള്ളി പൂട്ടിയ പൂട്ടാ. തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. പുറകിലത്തെ ചാക്കിന് നാടൻ ബോംബാവാനാ സാധ്യത. കാട്ടുപുളിനോട് ബേക്കു. മാറിക്കോ, വേഗം കേറ്. നമുക്ക് കാട്ടാപ്പള്ളിനെ വെടിവെച്ചിരുന്ന് കാണാം. എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ടും അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചറക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവില്ലല്ലോ. ആ, തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും കിട്ടെ ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. ആ താക്കോൽ ഇങ്ങ് തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട. ഏയ് ചെന്ന് പറടാ, മല്ലയ്യെ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ, എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 5 ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാൻ എല്ലാം വിൽക്കും. 5 ലക്ഷം മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ വണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക്. ഇവന്റെ കണക്ക് വേണ്ട, കാര്യമാക്കണ്ട. തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ, അടങ്ങ്, വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചെയ്തേക്കാം. എന്താ വേറെ ആരെന്നെ വീഡിയോ ഒക്കെ പോകണ്ടോ? അവിടെ നില്ലട കാട്ടുപുളി. ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും.
നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക ಬಂದ ನಿನ್ನ വെട്ടി വെടി പീസാക്കും. ನಿನ್ಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೆ. ಗೊತ್ತಿಲ್ವಾ ಗಜ್ಜಿ ನಾಯಿನ್ മകനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. നേരം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഇരട്ട കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ചാ? ഒരു സ്ഥലം വിറ്റതാ.